നമസ്കാരം. യൂണിവേഴ്സൽ മലയാളം തോട്ട്സ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ വളരെ മാന്യനാണെന്ന് കരുതിയിരുന്ന പല വ്യക്തികളെ പറ്റിയും നാം ഒരു ദിവസം നാം കരുതിയതിന് വിപരീതമായി എന്തെങ്കിലും കേൾക്കുവാൻ ഇടവരുമ്പോൾ നമുക്ക് വളരെയധികം വിഷമവും അത്ഭുതവും എല്ലാം തോന്നാറുണ്ട്. കാരണം ആ വ്യക്തിയെക്കുറിച്ച് നമ്മൾ അങ്ങനെയല്ല കരുതിയിരുന്നത്. ആ വ്യക്തി വളരെ നല്ല മാന്യനാണ് എല്ലാമാണ് നാം കരുതിയിരുന്നത്. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ അയാളുടെ മാന്യത, അയാളുടെ മുഖം മൂടി അഴിഞ്ഞു വീഴുകയും അയാളുടെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ ആശ്ചര്യത്തിൻ്റെ യഥാർത്ഥ കാരണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇങ്ങനെ സംഭവിക്കുന്നത് നാം നമ്മുടെ ഒരു യഥാർത്ഥ ഐഡൻറ്റിറ്റി എത്ര മറച്ചു വയ്ക്കുവാൻ ശ്രമിച്ചാലും അത് ഒരു ദിവസം മറനീക്കി പുറത്തു വരിക തന്നെ ചെയ്യും. അതായത് നമ്മുടെ വ്യക്തിത്വത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വത്തിന് നേരെ വിപരീതമായിരിക്കും പലപ്പോഴും അത് പുറത്തേക്ക് പ്രസരിപ്പിക്കപ്പെടുന്നത്. പല വ്യക്തികളെയും നമ്മൾ അടുത്ത് ഇടപഴകുമ്പോൾ നമുക്ക് അവരുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ ചുരുക്കം ചില വ്യക്തികളുമായിട്ട് നമ്മൾ എത്ര അടുത്ത് ഇടപെട്ടാലും അവരുടെ യഥാർത്ഥ സ്വഭാവം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല. അവർ എപ്പോഴും നമ്മളിൽ നിന്ന് ഒരു മറ സൂക്ഷിച്ചുകൊണ്ടിരിക്കും. ഇത് അവരുടെ സ്വഭാവത്തിൻ്റെ ഒരു ഭാഗമായിരിക്കും. അവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതായിരിക്കില്ല. അവരുടെ നീക്കങ്ങൾ വളരെ ബുദ്ധിപൂർവം നീക്കുന്ന ഒരു സ്വഭാവം അവരിൽ സ്വയം വളർന്നു വന്നിട്ടുള്ളതായിരിക്കും. അവരത് അറിഞ്ഞുകൊണ്ട് ചെയ്തതായിരിക്കണമെന്നില്ല. അപ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിൽ വളരെ പൗരുഷമുണ്ട്, അല്ലെങ്കിൽ ആരോടും അധികം സംസാരിക്കാത്ത പ്രകൃതമാണ് എന്നെല്ലാം തോന്നിക്കുന്ന പല വ്യക്തികളും നമ്മൾ അടുത്തിടപഴകുമ്പോൾ അവർ വളരെയധികം തമാശയെല്ലാം പറയുന്നവരും വളരെയധികം സരസരായിട്ടുള്ള ആൾക്കാരും വളരെ സോഷ്യലായിട്ട് നമ്മളോട് ഇടപഴകുന്നവരായിരിക്കും എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ വളരെ ചിരിച്ചുകൊണ്ടും എപ്പോഴും വളരെ സ്നേഹത്തോടെയും പെരുമാറുന്ന വ്യക്തികൾ മനസ്സിൽ പല ക്രൂരതയും വെച്ച് നടക്കുന്നവരും അവരുടെ സ്വഭാവത്തിൽ ആ ക്രൂരത അലിഞ്ഞു ചേർന്നിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് സൂക്ഷ്മമായ പരിശോധനയിൽ കൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ ഒരു വ്യക്തിയുടെ ഒരു വ്യക്തിത്വം പ്രകടമാകുന്നത് ചിലപ്പോൾ അവൻ്റെ യഥാർത്ഥ സ്വഭാവത്തിൽ നിന്ന് വ്യത്യസ്തമായി അതിൻ്റെ വിപരീത സ്വഭാവമായിരിക്കും അത് പ്രകടമാകുന്നത്. അത് അറിഞ്ഞുകൊണ്ട് ചെയ്തതായിരിക്കണമെന്നില്ല. അതുപോലെ തന്നെ നമ്മുടെയും വ്യക്തിത്വത്തിൻ്റെ ഒരു സ്വഭാവം അത് തന്നെയാണ്. നമ്മുടെ ഉള്ളിലുള്ളതായിരിക്കില്ല യഥാർത്ഥത്തിൽ പുറത്തേക്ക് കാണപ്പെടുന്നത്. വളരെ സന്തോഷത്തോടു കൂടി എപ്പോഴും മുഖത്തൊരു പുഞ്ചിരിയുമായി സോഷ്യൽ മീഡിയയിൽ തങ്ങളുടെ പിക്ചറുകളെല്ലാം പോസ്റ്റ് ചെയ്യുന്ന പല വ്യക്തികളും ഉള്ളിൽ വളരെയധികം ഡിപ്രഷൻ അനുഭവിക്കുന്നവരാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ സംസാരിച്ചു വരുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു യഥാർത്ഥ സ്വഭാവത്തെ നമ്മൾ മാറ്റുവാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള അടിസ്ഥാനമായ നമ്മളുടെ സ്വഭാവത്തെ, നമ്മുടെ വ്യക്തിത്വത്തെ മാറ്റി നമ്മളതിന് ഒരു ചേഞ്ച് കൊണ്ടുവന്നുകൊണ്ട് നമ്മൾ വേറൊരു വ്യക്തിയാകുവാൻ ശ്രമിക്കുകയാണെങ്കിൽ താൽക്കാലികമായിട്ട് നമുക്ക് ഒരു വിജയമൊക്കെ ലഭിച്ചാലും യഥാർത്ഥത്തിൽ നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വം 10 മടങ്ങ് ശക്തിയോടെ ഒരു പ്രാവശ്യം വെളിവാക്കപ്പെടും. അത് ചിലപ്പോൾ നമ്മുടെ യഥാർത്ഥത്തിൽ നമുക്കുള്ള വ്യക്തിത്വത്തിന് തന്നെ ഭീഷണിയാകുന്ന രീതിയിൽ നമ്മളെ അപ്പാടെ തകർക്കുന്ന ഒരു അനുഭവമായിരിക്കും നമുക്കുണ്ടാവുക. അതുകൊണ്ട് നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വത്തെ പാടെ മാറ്റുവാനായി നാം എത്രയധികം പരിശ്രമങ്ങൾ ചെയ്യുന്നുവോ അതിന് നേരെ വിപരീതമായിരിക്കും നമുക്ക് അനുഭവപ്പെടുക എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. പല മോട്ടിവേഷൻ ക്ലാസ്സുകളും പല സന്മാർഗ ക്ലാസ്സുകളും എല്ലാം കേട്ടതിന് ശേഷം നമുക്ക് തന്നെ ഒരു ചേഞ്ച് വരുത്തി തീർക്കണം എന്ന രീതിയിൽ നമ്മൾ പരിശ്രമിക്കുകയും അത് അവസാനം നമ്മുടെ പരിശ്രമത്തിൻ്റെ വിപരീത ഫലത്തിൽ കൊണ്ടെത്തിക്കുകയും ചെയ്യും. ഇങ്ങനെ നമ്മുടെ സ്വഭാവത്തെ അടിസ്ഥാനപരമായി പാടെ മാറ്റുവാൻ ഒരിക്കലും ശ്രമിക്കരുത് എന്നുള്ളത് പറയുവാൻ കാരണം അത് നമ്മുടെ മനസ്സിൻ്റെ നിയമങ്ങൾക്ക് വിപരീതമായാണ് നാം പ്രവർത്തിക്കുന്നത് എന്ന് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്.
അപ്പോൾ നമ്മൾ വളരെ മാന്യനായ ഒരു വ്യക്തി ആകുവാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ബഹുമാനവും സ്നേഹവും ലഭിക്കുവാൻ വേണ്ടി നാം അതിനു യോജിച്ച ഒരു സ്വഭാവം നാം വളർത്തിയെടുക്കുവാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ യഥാർത്ഥ സ്വഭാവം വെളിയിൽ വരുന്ന സമയത്ത് അത് വളരെയധികം ഭയാനകമായിരിക്കും. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സ്വഭാവത്തെക്കുറിച്ച് നാം വിലയിരുത്തുമ്പോഴും അവർ യഥാർത്ഥത്തിൽ നമുക്ക് പുറത്ത് കാണുന്നത് പോലെ ആയിരിക്കുകയില്ല എന്ന ഒരു മുൻവിധി നമ്മുടെ മനസ്സിൽ എപ്പോഴും സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. കാരണം അവരുടെ യഥാർത്ഥ സ്വഭാവം ചിലപ്പോൾ മറ്റൊന്നായിരിക്കും. അതുപോലെ തന്നെ ഈ മോട്ടിവേഷൻ ക്ലാസ്സുകളും മറ്റും കേട്ടുകൊണ്ട് നാം ഒരു അമാനുഷകനാകാനോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് ഒരുപാട് ശക്തി ഉണ്ടെന്ന് കരുതി നാം നമ്മെ തന്നെ വലിയൊരു മഹാനാക്കുവാനോ ശ്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നാം നേരെ നമ്മുടെ യഥാർത്ഥ അവസ്ഥയിൽ നിന്നും താഴോട്ട് പോയി നാം എവിടെയും എത്താത്ത ഒരവസ്ഥയിൽ ദാരിദ്ര്യത്തിൽ ജീവിക്കേണ്ട ഒരു അവസ്ഥയിലായിരിക്കും നാം എത്തിച്ചേരുക. അതുകൊണ്ട് നാം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന വിഷയം നമ്മുടെ വ്യക്തിത്വത്തെ നാം മാറ്റിയെടുക്കുവാൻ അധികം കഠിന പരിശ്രമം ചെയ്യരുത് എന്നുള്ളതാണ്. കാരണം അത് വിപരീത ഫലങ്ങൾ ഉളവാക്കും എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും വിജയം ആശംസിച്ചുകൊള്ളുന്നു.